തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സ്വർണ്ണവില കേട്ട് ഞെട്ടിയോ? എന്നാൽ എല്ലാവർക്കും സ്വർണ്ണം വാങ്ങാം. തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ, അതിമനോഹരമായ ഡിസൈനുകൾ, 1 ഗ്രാം മുതൽ നെക്ലസുകൾ, ബ്രേസ്ലെറ്റുകൾ, റിങ്ങുകൾ, മിതമായ പണിക്കൂലിയും ആയുഷ്കാല മെയിന്റനൻസ് സപ്പോർട്ടും. ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തൂബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. തിരൂരങ്ങാടി നഗരസഭയുടെ ഭരണ അനാസ്ഥ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട CPIM തിരൂരങ്ങാടി ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ചെമ്മാട് ടൗണിൽ നിന്ന് ആരംഭിച്ച മാർച്ച് നഗരസഭാ കവാടത്തിന് മുന്നിൽ പോലീസ് തടഞ്ഞു. റോഡുകൾ നന്നാക്കി സഞ്ചാരയോഗ്യമാക്കുക, കുടിവെള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക, തെരുവുവിളക്കുകൾ നന്നാക്കുക, നഗരസഭയുടെ ഭരണ അനാസ്ഥ അവസാനിപ്പിക്കുക, നഗരസഭ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം പൂർത്തീകരിക്കുക, കെട്ടിട പെർമിറ്റുകൾ വേഗത്തിലാക്കുക, തിരൂരങ്ങാടി നഗരസഭ സ്വന്തമായി ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുക, ചെമ്മാട് ടൗണിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണുക, വെഞ്ചാലി കാപ്പ് നവീകരിച്ച് കൃഷിക്കാർക്കും ശുദ്ധജലത്തിനും ഉപയോഗപ്പെടുന്ന രീതിയിൽ നവീകരിക്കുക, മണ്ണിടിഞ്ഞു തൂർന്ന തോടുകളെല്ലാം നവീകരിച്ച് കൃഷിക്ക് ഉപയോഗപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങളും സമരത്തിൽ ഉന്നയിച്ചു. CPIM തിരൂരങ്ങാടി ഏരിയ സെക്രട്ടറി തയ്യിൽ അലവി പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഒരു പ്രാദേശിക ഭരണകൂടത്തിൻ്റെ ചുമതലയുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് അധികാരങ്ങളെല്ലാം തന്നെ താഴെത്തട്ടിൽ കൊടുക്കാൻ തീരുമാനിച്ചു. താഴെത്തട്ടിൽ അധികാരം കൊടുക്കാൻ മാത്രമല്ല, അധികാരം നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി വീതം കൊടുക്കാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചു. മാത്രമല്ല, സർക്കാർ ഇപ്പോൾ ഇന്നലെയും എല്ലാ ദിവസവും നമ്മൾ പത്രം എടുത്താൽ കാണാൻ കഴിയും, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ആയിരക്കണക്കിന് കോടി രൂപയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ കൊടുക്കുന്നതിന് വേണ്ടിയാണ്, കൊടുക്കുന്ന ആ പ്രദേശത്തെ ജനങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടിയാണ്. അതിന് തികയാത്ത പണം ഉണ്ടാക്കുന്നതിന് വേണ്ടി സ്വന്തമായി നികുതി കെട്ടാനും നികുതി പിരിക്കാനുമുള്ള അവകാശം പോലും ത്രിതല പഞ്ചായത്തുകൾക്കുണ്ട്. ത്രിതല പഞ്ചായത്തിൽ മുനിസിപ്പാലിറ്റിയും ഗ്രാമപഞ്ചായത്തുകൾക്കുണ്ട്. ആ രൂപത്തിൽ സ്വൽപ്പിക്കുന്ന പണം എടുത്തുകൊണ്ടാണ് രാജ്യത്തെ വികസനം നടപ്പാക്കേണ്ടതുണ്ട്. കരാറ് എടുക്കാതിരിക്കുന്നു. എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് കരാറുകാർ പണിയെടുക്കാതിരിക്കുന്നത്? എന്നാൽ PWD കരാറുകാർ പണിയെടുക്കാതിരിക്കുന്നുണ്ടോ? HIV വർക്ക് നടക്കാതിരിക്കുന്നുണ്ടോ? ഏതെങ്കിലും കരാർ എടുക്കുന്ന തടസ്സമുണ്ടോ? നിങ്ങൾ കൊടുക്കുന്ന കരാർ എടുക്കുന്നതിന് വേണ്ടി കരാറുകാർ തയ്യാറാവാത്തതിന്റെ പ്രധാന വിഷയം എന്താ? നിങ്ങളെ കമ്മീഷൻ സംഖ്യയാണ്.
നിങ്ങൾ ആദ്യം തീരുമാനിക്കേണ്ടത് കമ്മീഷൻ വാങ്ങാതെ, ഒരു നയാ പൈസ കമ്മീഷൻ ഇല്ലാതെ അർഹതപ്പെട്ട നന്നായി വർക്ക് ചെയ്യപ്പെടുന്ന കരാറുകാർക്ക് കരാർ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാകുമെന്ന് പ്രഖ്യാപിച്ചാൽ, തീരുമാനമെടുത്താൽ നാളെ മുതൽ കരാറെടുക്കാനും ജോലി നടത്താക്കാനും തയ്യാറാകുന്ന കരാറുകാർ ഇഷ്ടമുള്ള രാജ്യത്തുണ്ട്. ഈ മുനിസിപ്പാലിറ്റി ഇടത്തലുണ്ട്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് എന്താ, കരാർ കൊടുത്താൽ 1 ലക്ഷം ഉറുപ്പികയാണെങ്കിൽ എത്ര ശതമാനമാണ് കമ്മീഷൻ തീരുമാനത്തിന് ഭാഗം എത്തിപ്പെട്ടു വേണം. അങ്ങനെ നിങ്ങൾ കമ്മീഷൻ കൊടുത്ത്, ഉദ്യോഗസ്ഥന്മാർ കൊടുത്ത്, മറ്റെല്ലാവരും കൊടുത്തു വന്നാൽ, അങ്ങനെ കൊടുത്ത് പണിയെടുക്കാൻ വേണ്ടി തയ്യാറായാൽ അതിനുവേണ്ടി തയ്യാറാവാത്ത കരാറുകാരുണ്ട്. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MP ഇസ്മായിൽ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കസി ഇബ്രാഹിം കുട്ടി, K രാമദാസ്, കൗൺസിലർമാരായ CM അലി, നദീറ കുന്നത്തേരി, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ EP മനോജ്, K കേശവൻ, കമറു കക്കാട് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. TP ബാലസുബ്രഹ്മണ്യൻ, KT ദാസൻ, KP ബബീഷ, മജീദ് വന്നിയൂർ എന്നിവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.